അപ്പൊ അർജുൻ ആൻഡ് സൗഭാഗ്യ നമ്മള് കുറേ നേരം അല്ലെ സമയം പോയത് അറിഞ്ഞില്ല, കുറേ വിശേഷങ്ങൾ പറഞ്ഞു, കുറേ ഗെയിംസും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചങ്ങ് ഇരിക്കുകയാണ്. നമ്മൾ കുറച്ച് ടയേർഡായി അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മൂന്നുപേരും അല്ലാണ്ട് വേറൊരാളെ കൂടി ഇൻവൈറ്റ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. അതായത് നമ്മൾ റെഡ് കാർപ്പറ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് കാർപ്പറ്റ് നമ്മൾ വിരിച്ചിരിക്കുന്നത് ഇവിടെ വരുന്ന നമ്മുടെ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടാലന്റിനെയാണ്. നമ്മൾ ഒരിക്കലും ഇവരുടെ എന്താ പറയാ, ഇവരുടെ രൂപമല്ല നമ്മുടെ മനസ്സിലുള്ളത്, ശബ്ദമാണ്. നമുക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്. താങ്കൾ വിളിക്കുന്ന BSNL കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. അപ്പൊ ഈ സൗണ്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോരുത്തരും ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല പല മുഖങ്ങളാണ്. എന്റെ മനസ്സിൽ വേറൊരു മുഖം ഉണ്ടാവും, അർജുന്റെ, സൗഭാഗ്യയുടെ. പക്ഷെ ശരിക്കും ഈ മുഖം ആരാണ്, ഇതാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർക്കും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? അപ്പൊ ആ ശബ്ദത്തിന്റെ ഉടമയാണ് നമ്മൾ ഇന്നതാ ഇവിടേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീപ്രിയ. താങ്കൾ വിളിച്ച വ്യക്തിക്ക് ഇപ്പോൾ കോൾ സ്വീകരിക്കുവാൻ അസൗകര്യമുണ്ട്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. ചേച്ചി നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാരണം നമ്മൾ കുറെ നാളായിട്ട് ഈ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ മാത്രമല്ല, നമ്മൾ മലയാളികൾ എല്ലാവരും. ഇതിന്റെ ഉടമയെ നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ്. അതായത് ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? BSNL വർക്ക് ചെയ്യാണോ? BSNL വർക്ക് ചെയ്യാണ്. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ DOT ആയിരുന്ന സമയം തുടങ്ങി BSNL-ലുണ്ട്. കുറേ നാള് ഞങ്ങളുടേത് എന്താ പറയുക, ഫോണോഗ്രാം സർവീസ് ഞങ്ങൾക്ക് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടെലഗ്രാഫ് സർവീസിലാണ് കയറുന്നത്. ഇപ്പോൾ ആ സർവീസ് ഇല്ല. അപ്പോൾ അതിന് ഫോണോഗ്രാമിന് ഞാൻ ആദ്യമായിട്ട് വോയിസ് കൊടുത്തായിരുന്നു. പിന്നെ അതിനുശേഷം 2000-ൽ BSNL എന്ന് പറഞ്ഞ കമ്പനി ഫോമായി. അപ്പോൾ അതിനുശേഷം ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ IVRS ആണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് വരുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ BSNL-ൻ്റെ തന്നെ ഞങ്ങളുടെ റേഡിയോ പരസ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ PR സജസ്റ്റ് ചെയ്ത് അങ്ങനെ അവരിങ്ങനെ നോക്കിയത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ആർക്കാണ് നല്ല ശബ്ദം അങ്ങനെയൊക്കെ നോക്കി സെലക്ട് ചെയ്ത് നോക്കിയിട്ടല്ല. എനിക്കിപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞെന്നുള്ളത്. സൗഭാഗ്യക്ക് എന്താ, അതായത് നമ്മളിങ്ങനെ കേട്ടുകൊടുത്ത ശബ്ദം ഇങ്ങനെ നേരിട്ട് കണ്ടു, ആളെ കണ്ടു. സൗഭാഗ്യയുടെ മനസ്സിലുള്ള രൂപം ഇങ്ങനെയായിരുന്നോ? ഇല്ലല്ല, നമുക്ക് ആ സൗണ്ട് മാത്രല്ലേ, അത് ആരുടെ ആണ് അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. ആളെ കണ്ടപ്പോ ഒരു സന്തോഷം. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം, അതായത് ഇപ്പൊ ഞാനൊരു കോൾ ചെയ്യാണ്, അപ്പൊ എനിക്ക് കിട്ടുന്നില്ല. അതായത് താങ്കൾ വിളിക്കുന്നത് എന്താ ഔട്ട് ഓഫ് കവർ എന്തെങ്കിലും ആ സെയിം മോഡുലേഷനിൽ. താങ്കൾ വിളിക്കുന്ന BSNL കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. ഈ സംസാരിക്കുന്നത് ഭയങ്കര വ്യത്യാസമായിട്ടാണ് ആ ശബ്ദം വരുന്നത്. അത് ചേച്ചി വേണം വെച്ചിട്ട് അങ്ങനെ മോഡുലേറ്റ് ചെയ്യുന്നതാണോ? കുറച്ചൊരു അച്ചടി ഭാഷയാണ് അല്ലെങ്കിലും എനിക്ക്. പിന്നെ IVRS-ന്റെ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് തിരിച്ചാണ് ആൾക്കാർ ചോദിക്കാറ്, വീട്ടിൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ശരിക്കും വേറെ മൂവീസിനോ സീരിയൽസിനോ അങ്ങനെയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ടോ? സീരിയലിന് അധികം ചെയ്തിട്ടില്ല, മൂവീസിനൊക്കെ ഓൺ ആൻഡ് ഓഫ് ഇങ്ങനെ കുറെയൊക്കെ ചെയ്യാറുണ്ട്. ഏതൊക്കെ മൂവീസ് ആണ്? താരാമേടത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട്, പുതിയ മുഖത്തില്. അത് ഭയങ്കര സർപ്രൈസ്. പിന്നെ വേറെ കൊറേ അങ്ങനെ ഇപ്പൊ ബാംഗ്ലൂർ ഡേയ്സില് വിനയ പ്രസാദിന്, പിന്നെ മൈ ബോസിലെ രേഖയ്ക്ക്, പിന്നെ രഞ്ജിനിക്ക് വേണ്ടിയിട്ട് റിംഗ് മാസ്റ്റർ ചെയ്തു. അപ്പൊ എനിക്ക് വീണ്ടും അതായത് ഇതിങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ മറ്റു കാര്യം തന്നെ എന്റെ മനസ്സിൽ വരികയാണ്. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ കേൾക്കുന്ന ആ ശബ്ദം തന്നെ അതേ മോഡുലേഷനിൽ. ഇനി വേറെ എന്തെങ്കിലും പറയാം? ഇപ്പൊ നമ്മൾ തിരക്കിലാണെന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും പ്ലാൻസ് ഓൾറെഡി ഉള്ള ഏതെങ്കിലും പ്ലാൻസിനെ കുറിച്ചിട്ട് നമ്മളിപ്പോ പറയാം. ഒരു ഞങ്ങളുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്, അത് പറയാം. അത് പറയും. പ്രിയ സുഹൃത്തെ, BSNL അവതരിപ്പിക്കുന്നു പ്ലാൻ 397. ദിവസേന പരിധിയില്ലാത്ത കോളും 2GB ഡേറ്റയും 100 SMS-ഉം BSNL ട്യൂണും ലോക്ക്ഡൌൺ ഓൺലൈൻ വീഡിയോയും 60 ദിവസം ആസ്വദിക്കൂ. 365 ദിവസം പ്ലാൻ കാലാവധിയും. പ്ലാൻ 397 റീചാർജ് ചെയ്യുന്നതിനായി അടുത്തുള്ള BSNL റീറ്റെയിലറിനെ സമീപിക്കുക. ഓൺലൈൻ റീചാർജിനായി BSNL പോർട്ടൽ ഉപയോഗിക്കുക. BSNL കേരള. നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ സമയം മാറി. മുന്നത്തെ സമയമല്ല, ഇപ്പൊ വേറൊരു സമയമാണ്. അപ്പൊ ആ സമയം പ്രേക്ഷകർക്ക് ഫോണിൽ വിളിക്കുകയാണ്. അപ്പൊ ആ ഫോൺ വിളിക്കുമ്പോൾ ഞങ്ങളെ കുറിച്ച് പറയാ.
BSNL കുറിച്ച് അല്ലാണ്ട് ഞങ്ങളെ കുറിച്ച് പറയാം. അത് പറ്റുമോ? റെഡി? യെസ്. എന്താണ് 9 മണിക്ക് കാണുന്നില്ലല്ലോ റെഡ് കാർപ്പറ്റ്? ഇത് എവിടെ പോയി? എന്തു പറ്റി? നമുക്ക് ഒരു കാര്യം ചെയ്യ്, ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചു ആ നോക്കട്ടെ. വിളിക്ക്, കസ്റ്റമർ കെയറിൽ വിളിക്ക്. വിളിക്കട്ടാ? വിളിക്ക്. റിങ് ചെയ്യുന്ന എടുക്ക്. ഹലോ, ആ കസ്റ്റമർ കെയർ അല്ലേ? ഹലോ, നമ്മുടെ അമൃത ടിവിയുടെ റെഡ് കാർപ്പറ്റ് അതിന്റെ സമയം വല്ലോ മാറ്റിയായിരുന്നു? നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെഡ് കാർപ്പറ്റിന്റെ സമയം മാറിയിരിക്കുന്നു. ഇനി മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ 7:30 ആസ്വദിക്കൂ നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിലൂടെ. 7:30 BSNLന്റെ കുറെ പുതിയ പ്ലാനുകൾ വന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് പുതിയ പ്ലാൻസുകൾ നിങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്? ഫൈബർ ടു ഹോം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, FTTH എന്ന് പറയുന്നത്, അത് 397 മുതൽ മുകളിലോട്ടുണ്ട്. അത് വളരെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആണ്, നമുക്ക് അഫോർഡബിൾ ആണ്. ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള പ്ലാൻസ് നമുക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ പഠനം കുട്ടികൾക്ക് വേണ്ടതുകൊണ്ട് BSNL ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, കണ്ണൂരിൽ ഒരു വളരെ നിബിഡമായ വനമുള്ള ഒരു സ്ഥലത്ത് ഒരു 500 ഫാമിലിക്ക് അവർ ശരിക്കും ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്നു. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് ഇപ്പോൾ കോവിഡൊക്കെ വന്ന സമയത്ത് അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ BSNL FTTH കണക്ഷൻ അങ്ങോട്ടേക്ക് 6 കിലോമീറ്റർ അപ്പുറത്തുള്ള എക്സ്ചേഞ്ചിൽ നിന്ന് വലിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും FTTH കാരണം നന്നായിട്ട് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ BSNL മറ്റു പല കമ്പനികളൊക്കെ ഉണ്ട്, പക്ഷെ BSNL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നെറ്റ്വർക്ക് ഓഫ് ചെയ്യാത്ത ഒരു കമ്പനിയാണ്. നമുക്കറിയാം, ഇപ്പോൾ 2 വർഷം മുൻപ് പ്രളയം വന്ന സമയത്തും എല്ലാം എല്ലാവർക്കും BSNL ആയിരുന്നു ലാസ്റ്റ് റിസോർട്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കെലാമിറ്റീസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്തും നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ വന്നിട്ട് നമ്മുടെ ആൾക്കാർ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ഉള്ള കമ്പനിയാണ്. അപ്പൊ ചേച്ചി, ഇത്രയും നാളും ഈ BSNL വർക്ക് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷവതിയായിട്ടുള്ള ഒരു ജോലിയാണല്ലോ അല്ലെ? ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാനിപ്പോൾ ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതും ഈ അനൗൺസ്മെന്റ്സും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ബന്ധമില്ല. അതൊരു പാരലായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യാനൊരു അവസരം കിട്ടുന്നു, അത് മറ്റുള്ളവർ കേൾക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞെല്ലാം തന്നെ കോവിഡിൻ്റെയൊക്കെ വന്ന സമയത്ത് ഇംഗ്ലീഷിലായിരുന്നു ശരിക്കുള്ള അനൗൺസ്മെൻറ്റ്സ് വന്നത്. പക്ഷേ ഇവിടെ ഞങ്ങളുടെ CGM വിനോദ് സാറ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മലയാളത്തിൽ ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് തരുകയും ഞാനത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ഉണ്ടായത്. അപ്പോൾ കുറേ ദീർഘനാളുകൾ അതായിരുന്നു കോവിഡിൻ്റെ അനൗൺസ്മെൻറ്റ്സ് മലയാളത്തിൽ BSNL ഉണ്ടായിരുന്നു. പിന്നെ ഈവൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിൻ്റെ കുറേ ഈവൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ EMAC എന്ന് പറയുന്ന അസോസിയേഷനുണ്ട്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള. അവരുടെ 2 തവണ എനിക്ക് ബെസ്റ്റ് MCക്കുള്ള അവാർഡൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ അത് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന അവാർഡുകളും വളരെയധികം സന്തോഷമാണ്, റെക്കഗ്നിഷനാണ്. അതേസമയം ഇപ്പോൾ ഞങ്ങളുടെ ഈ CGM വിനോദ് സാർ വന്ന ശേഷം സാറും എനിക്ക് അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ തരികയുണ്ടായി. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നിഷൻ. തീർച്ചയായിട്ടും. ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ആരൊക്കെ ഉണ്ട്? ഫാമിലി, ഞാൻ കടവന്ത്രയിലാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ, എൻ്റെ അമ്മ, മകളും ഹസ്ബൻഡും ഡൽഹിയിലാണ്. അത് ശരി. ഫാമിലി. അപ്പൊ അങ്ങനെ അതാണ് നിങ്ങളുടെ സന്തുഷ്ടമായ കുടുംബം.